കോഴിക്കോട് പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. ഈ കമ്മീഷണർ ഓഫീസ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് അത് മിഠായി തെരുവിനടുത്ത് മാനാഞ്ചിറയ്ക്ക് അടുത്താണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കാണുന്നത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ് പറയൂ. തൃശ്ശൂരിലെ പോലീസ് സ്റ്റേഷനിലുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആ മാർച്ച് നടന്നുകൊണ്ടിരിക്കെ യൂത്ത് കമ്മീഷൻ ഓഫീസിന് മുമ്പേ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വകാര്യ ബസ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഫോർമസ് എന്ന പറയുന്ന പേരുള്ള സ്വകാര്യ ബസ്, സിറ്റിയിൽ ഓടുന്ന ബസ്, അത് പ്രവർത്തകരുമായി ചില അസ്വാരസ്യങ്ങളുണ്ടായി, കൊമ്പ് കോർക്കുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് പ്രവർത്തകർ ഇപ്പോൾ ബസ് കമ്മീഷൻ ഓഫീസിന് സമീപത്ത് ഓടി ധർണ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ഓടി ബസ് തടഞ്ഞ് ബസ്സിലെ ജീവനക്കാരുമായി ഇപ്പോൾ വാക്കേറ്റം തുടരുകയാണ്. ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ റോട്ടിൽ. നമുക്കറിയാം, ഓണത്തിന് വലിയ തിരക്കുള്ള നഗരത്തിൽ വലിയ തിരക്കുള്ള അനുഭവപ്പെടുന്ന ഒരു സമയമാണ്, സന്ധ്യാസമയമാണ്. ആ സമയത്താണ് ഈ പ്രതിഷേധം, സ്വാഭാവികമായും ആ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഈ സ്വകാര്യ ബസ് പ്രതിഷേധക്കാർക്കരികിലൂടെ, അതായത് പ്രതിഷേധക്കാരെ തട്ടുന്ന രീതിയിൽ, അവരെ അപായപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവർക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ പോയി എന്നാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധക്കാർ ഉടൻ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് തടഞ്ഞ് അവർക്കെതിരെ ഇപ്പോൾ പുറത്തിറങ്ങാൻ, ജീവനക്കാർ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞാണ് അവർ ഇപ്പോൾ ബസ് തടഞ്ഞിട്ടിരിക്കുന്നത്. പോലീസ് അവരെ ഇവിടെ ഒന്നും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഷഹീദ് പറഞ്ഞതുപോലെ ഈ കമ്മീഷണർ ഓഫീസ് എന്ന് പറയുമ്പോൾ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രതിഷേധത്തിന് നടുവിലൂടെ പോയ ബസ്സിന് നേരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്.